ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്നൊരു കുഞ്ഞ് ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പം നമ്മുടെ കുഞ്ഞാവയൊക്കെ ഉറങ്ങി എഴുന്നേറ്റു. അപ്പം അവന് ഇത്തിരി കുറുക്കെല്ലാം കൊടുക്കണം. അത് കഴിഞ്ഞൊരു നമ്മൾ വൈകുന്നേരം ചെറുതായിട്ടൊന്ന് നടക്കാനൊക്കെ പോകാറുണ്ട് ഇടയ്ക്ക് കേട്ടോ, എപ്പോഴും ഒന്നുമില്ല. അപ്പം അങ്ങനെ നടക്കാൻ പോകുന്നതും അവിടെ കാണുന്ന കാഴ്ചകളൊക്കെ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുഞ്ഞാവയ്ക്ക് കുറുക്കൊക്കെ കൊടുക്കാം. അപ്പോൾ ഇടയിലേക്ക് പോകാം. Bobo, bobo, bobo. കുഞ്ഞിനെ കളിക്കാൻ പറ്റണ്ടേ? അപ്പം ഞങ്ങൾ പോവുകയാണ് കേട്ടോ. റോട്ടിൽ കൂടെ ഒരു കുഞ്ഞ് നടക്കും. ഞാൻ നടക്കും കൊച്ചു വണ്ടിയിൽ. കൊതുക് നമ്മളപ്പം ഒരു കാട്ട് വഴി കൂടെ കയറി വന്നേക്കുവാണ് കേട്ടോ. നമുക്ക് വഴിയൊന്നും ശരിക്കും അറിഞ്ഞുകൂടാ. നമ്മളങ്ങനെ പോവാണ്. എവിടെ എത്തും അവിടെ നിന്ന് നമ്മൾ തിരിച്ചു വരും. വഴി അറിയുമോന്നൊന്നും അറിയത്തില്ല. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഇതുപോലെ താഴെ വഴി കൂടെ നമ്മൾ പോകാറുണ്ട്. അത് ഞങ്ങളൊരു ദിവസം കാണിച്ചു തരാം കേട്ടോ. അത് താഴെ വഴി കൂടെ നമ്മൾ പോകാറുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് അയ്യോ ഇപ്പൊ കയറി ചത്തേനെ. കൊച്ചുള്ളത് കൊണ്ട് പേടി. നമ്മൾ ഒറ്റയ്ക്കാണെ പേടിയില്ലായിരുന്നേ. വണ്ടികൾ വരുമ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര പേടിയാ. കാറല്ല, വലിയ ചെറിയ വണ്ടിയൊന്നും കുഴപ്പമില്ല. കൊച്ചിനെ ഞാൻ കാട്ടിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ കൊണ്ടുവന്ന് കേസ്. ചെറിയ വണ്ടിയൊന്നും എനിക്ക് പ്രശ്നമല്ല. പക്ഷെ എനിക്ക് കാറൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര പേടി. ഞാൻ ഓടിക്കൂല വണ്ടി. ഞാൻ ഇവരാരെങ്കിലും കൊണ്ട് ഓടിപ്പിക്കും. ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഭയങ്കര വലിയ ആളായിട്ട് വന്ന് വീഡിയോ എടുക്കുമ്പോൾ ഓടിക്കുകയാണ്. നോക്കി ഞാൻ കൊച്ചിനെ എതിരെ കൊണ്ടുവരുന്നതെന്ന്. കൊച്ചി തള്ളി ഇതെന്നത് ഈ കാണിക്കണേ. പേടി എനിക്ക്. ഒന്നാമത് ഈ റോഡ് ചെറിയ റോഡാണ്, അധികം വീതിയില്ല. ഒരു സൈക്കിളിന് പോവാൻ ഇനി ഹൈവേ പണിത് തരേണ്ടി വരുമായിരിക്കും. ഒരു കാറ് പോകുമ്പോഴത്തേക്ക് ഈ വഴി നമുക്ക് ഇച്ചിരി ഉണ്ടാവുള്ളൂ. കൊച്ചല്ലേ, നമുക്ക് വലിയ പേടിയില്ല. കൊച്ചിനെ കൊണ്ട് പോകുമ്പോൾ സൈക്കിളും അല്ലേ, എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ അതുകൊണ്ട് ഈ കാട്ടിൻ്റെ സൈഡിൽ കൊണ്ടായിട്ട് നിൽക്കും പോവാൻ. വണ്ടി ഒന്ന് ഒതുങ്ങിട്ട് കാറ് വെക്കുന്നുണ്ട്. കാറിനായിട്ട് പോവാൻ നമുക്ക് പോകാം. ഇപ്പോൾ വണ്ടികളൊന്നുമില്ല. നമുക്ക് ധൈര്യമായിട്ട് ഭയങ്കര ധൈര്യശാലിയായിട്ട് നമുക്ക് ഓടിച്ചിട്ട് പോകാം. അത് പറഞ്ഞപ്പോൾ നിർത്തിയത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ താഴെ കൂടെ റോഡുണ്ട്. ഒരു വട്ടം ഞങ്ങൾ വീഡിയോ എടുത്ത് കാണിച്ചത് കേട്ടോ. ആ റോഡിലൂടെയാണ് ഞാൻ പോയിട്ടുള്ളത്. ഈ റോഡിലേക്ക് അധികം വന്നിട്ടില്ല. ഇത് ടൗണ് കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞു വഴിയാണ്. ഇതിൻ്റെ അറ്റം എവിടെയാണെന്ന് നമുക്ക് ഇപ്പോഴും ശരിക്കും അറിയാം. നല്ല റോഡായത് കാരണം വണ്ടികളെല്ലാം ഇതിലേ പോവാം. അതെ, മെയിൻ റോഡിലേക്ക് ഇതുവഴി പാസ് ചെയ്ത് പോകാമെന്ന് പറയപ്പെടുന്നു. എനിക്കറിയില്ല, ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഇച്ചായനൊക്കെ ഇതുവഴി പോയിട്ടുണ്ട് കേട്ടോ. വണ്ടിയേ അമ്മേൻ്റെ ഓട്ടം കണ്ടിട്ടാന്ന് തോന്നുന്നു. എല്ലാവരും നോക്കി ചിരിക്കുന്നുണ്ട് വണ്ടിക്കാരൊക്കെ. എന്തിനാണെന്നറിയില്ല. ഇനി എൻ്റെ കഴിവുകേട് കണ്ടിട്ടാണ് ഹോൺ അടിച്ചിട്ടാണ് വരുന്നത്. ദൂരേന്ന് ഹോൺ അടിച്ചിട്ടാണ്. കൊച്ചിൻ്റെ സൈക്കിൾ ഓടിച്ച് വരുന്നതുകൊണ്ടാണ്. എൻ്റെ കളി കണ്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല. എല്ലാവരും കളിയാക്കി ചിരിക്കുന്നുണ്ട്. സാരമില്ല, ബുദ്ധിമാന്മാർക്ക് എപ്പോഴും ഇങ്ങനെയുള്ളൊരവസ്ഥ വരും. നമ്മൾ ക്ഷമിക്കണം, സഹിക്കണം. ത്യാഗം, അതാണ് വലുത്. ഞാനിപ്പോൾ വണ്ടിക്കടിയിൽ പടവായാനേ കാണിച്ചിട്ടുണ്ടോ. ഒരു ദിവസം ഞങ്ങൾ താഴെ വഴി കൂടെ കാറ് വരുന്നത് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. എനിക്ക് പേടിയാണ്.
അല്ല ഒന്നെങ്കിൽ ഇവളെ കൊണ്ടുപോകും അല്ലേ എന്നെ കൊണ്ടുപോകും കാരണം ദിവസം ഞങ്ങളെ വീടിന് താഴെ കൂടെ ഒരു വഴിയുണ്ട് പറഞ്ഞില്ലേ, ഞങ്ങൾ സ്ഥിരം അതിലേ പോകുന്നേ. ഞങ്ങൾ അതിലേ പോയി. അയ്യോ ഇവൻ വണ്ടി തിരിക്കുവാ. വണ്ടി തിരിക്കില്ല കുഞ്ഞ്. അമ്മയ്ക്കല്ലെങ്കിലേ അമ്മ ഭയങ്കര ഓരോ ഇതിൽ നിർത്തിയിട്ട് വണ്ടി തിരിക്കില്ല കുഞ്ഞെ. അമ്മയ്ക്ക് ഓടിക്കാൻ അറിയില്ല. എനിക്ക് നേരെ ഓടിക്കാൻ അറിയുള്ളൂ. ഇവൻ തിരിക്കുവോ കിടന്നിട്ട്. അപ്പോൾ ഒരു ദിവസം അയ്യോ 2 കാറ് വരുന്നുണ്ട്. എന്താ പറയാ, ഞങ്ങളിന്ന് വീട്ടിലെത്തത്തുണ്ടാവില്ല. കാണുന്നവർ മൊത്തം കണ്ട് ചിരിച്ചിട്ടാ പോകുന്നത്. ഒരു വണ്ടി വരുമ്പോൾ നിർത്തി 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 ഇത് ഞങ്ങൾ വീട്ടിലെത്തത്തില്ല. അമ്മ വണ്ടി അങ്ങോട്ട് പോകുക. തിരിച്ചു പോകുവാണോ? തിരിച്ചു പോകുവാണോ? ആണോ? എനിക്ക് പോകണം. തിരിച്ചു പോകാം അല്ലേ? അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ താഴെ കൂടെ വഴി കൂടെ പോകുമ്പോൾ അവിടെ വെച്ചാണല്ലോ നിർത്തിയത്. അപ്പോൾ അതിൽ കൂടെ പോയപ്പം ഞങ്ങൾ പോയി അവസാനം വഴിയില്ല. ഒരു വീട് മാത്രമുണ്ട് അറ്റത്ത് കിടക്കുന്ന. ഞങ്ങൾ ആ വീടിൻ്റെ മുറ്റത്ത് വരെ കയറി ചെന്നു. ആ ചേച്ചി ചോദിച്ചു എന്നാന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇവിടം വരെ ഉള്ളോ വഴിയെന്ന് ചോദിച്ചു. പറഞ്ഞു ഇവിടം വരെ ഉള്ളൂ വഴിയെന്ന്. ഞങ്ങൾ അതിൻ്റെ തിരിച്ച് വന്നു. അതുപോലെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിട്ട് എവിടെ എത്തുന്ന അറിയാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ. അല്ലെങ്കിൽ ഇതിപ്പോൾ വീട്ടിലെത്തും തോന്നുന്നുണ്ടോ? പിന്നെ ഇവൻ്റെ വണ്ടി ഓടിക്കുന്ന കാണുമ്പോൾ എനിക്ക് പണ്ട് സ്കൂട്ടി ഓടിച്ചത് കുറച്ച് ഓർമ്മ വരിക. ഞാൻ വല്ല കാട്ടിലും പറമ്പിലൊക്കെ കയറിയിട്ട് വീണിട്ടുണ്ട് ഒരുപാട് പഠിച്ച സമയത്ത്. ഏതാ മറ്റേ വളവെത്തുമ്പോ വണ്ടി നിർത്തി ഹോൺ അടിച്ചിട്ട് അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് ഫസ്റ്റ് ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് എനിക്ക് എടി വണ്ടി വരുന്നു. ഫസ്റ്റ് ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഞാൻ സ്കൂട്ടി ഓടിക്കുന്ന സമയത്ത് എനിക്ക് വണ്ടിയിൽ നിന്ന് കൈയെടുക്കാൻ ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഹോൺ അടിക്കാനൊക്കെ വണ്ടിയൊക്കെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ വളവ് തിരിയുമ്പോഴൊക്കെ നമ്മൾ ഹോൺ അടിക്കണമല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, വണ്ടി നിർത്തിയിട്ട് ഹോൺ അടിക്കും, എന്നിട്ട് വണ്ടി പോകും. എല്ലാവരും എന്നാന്ന് ചിരിക്കുമായിരുന്നു. പക്ഷേ എല്ലാം ഏകദേശം പേടിയുള്ള എല്ലാവരും അങ്ങനത്തെയൊക്കെ തന്നെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ മാത്രമല്ല എന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങ് റെഡി ആയിട്ടോ. പിന്നെ ഹോൺ അടിക്കാനൊക്കെ പഠിച്ചു. പക്ഷെ ഫസ്റ്റ് ടൈം അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പം അത്ര തന്നെ. അപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മളിവിടം വരെ പോകുന്നുള്ളൂ. അപ്പം നമുക്ക് തിരിച്ചു പോകാം. അപ്പം നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം. ഓക്കേ. അപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ടോ. വരുന്ന വഴിക്ക് ആ ചേച്ചി കൊടുത്ത മിഠായിയാണ്. താഴെ വീണ് പൊട്ടിയതിന് വേണ്ട കുഞ്ഞെ, എനിക്ക് കഴിക്കേണ്ടത്. അപ്പോൾ നമ്മൾ വേറെ മേടിച്ചു തരാം. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം ഇനി ഇവൻ്റെ മുഖം വഴിയൊക്കെ കഴിയിപ്പിക്കണം, മിഠായില്ലെന്ന് അറിയാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.